നമ്പർ 2, ഈ ഗർഭിണികളായ സ്ത്രീകൾ അറേബ്യൻ ഫുഡുകളും നേരത്തെ സൂചിപ്പിച്ച ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജങ്ക് ഫുഡ്സും ഒഴിവാക്കേണ്ടതാണോ അതോ കഴിക്കേണ്ടതാണോ? ഗർഭിണിയായ സ്ത്രീകൾക്ക് സമീകൃത ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. ഒരിക്കലും നമ്മൾ പറയില്ല ജങ്ക് ഫുഡ് കഴിക്കണം എന്ന്. ഈ അറേബ്യൻ ഫുഡിന്റെ കാര്യത്തിലോ കൂടുതലായിട്ട് ചിക്കൻ കഴിക്കുന്നത് എത്രമാത്രം ഹെൽത്തിയാണ്? കൂടുതലായിട്ട് ചിക്കൻ കഴിക്കുന്നത് ഗർഭിണികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഹാനികരം തന്നെയാണ്. സമീകൃത ആഹാരം സമീകൃത ആഹാരം പറഞ്ഞ ഒരു ബാലൻസ് ഡയറ്റ്, അതായത് അന്നജം ഒരു 60%, കൊഴുപ്പ് 30%, പ്രോട്ടീൻസ് 10%. സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ഈ അതായത് അന്നജം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർജം തരുന്നത്, പ്രോട്ടീൻ തരുന്നതാണ്. അത് നിങ്ങൾ ചിക്കനിനകത്ത് വന്നു കഴിഞ്ഞു, പ്രോട്ടീൻ തരുന്നത്. പിന്നെ വിറ്റാമിനുകള്, മിനറലുകള്, നാര്, ഈ സംഭവങ്ങളൊക്കെ വളരെ വളരെ ലോ ആണ് ഇതിനകത്ത്. ഫാറ്റിന്റെ കണ്ടന്റ് നിങ്ങൾ ഫുഡ് പിരമിഡ് കണ്ടിട്ടുണ്ടാവും. ഫുഡ് പിരമിഡിനകത്ത് ലാസ്റ്റ് കോളമാണ് അന്നജം. അതാണ് നമ്മുടെ ശരീരത്തിന് ഊർജം തരുന്നത്. അതിൻ്റെ അടുത്തതാണ് പയറുപരിപ്പ് വർഗ്ഗങ്ങൾ എന്ന് പറയും. അപ്പോൾ അത് പ്രോട്ടീൻ തരുന്നത്. ഇപ്പം പയറുപരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കത്തില്ലാത്തവർ പിന്നെ ഇത് കഴിക്കാം, നമുക്ക് കൂടുതലായിട്ട് ഫിഷ് കഴിക്കാം, നല്ല ഹെൽത്തി ഓപ്ഷൻ പ്രോട്ടീൻ. പിന്നെ പച്ചക്കറികളും ധാരാളം വേണം. പച്ചക്കറികളില്ല, നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പം വികസിത രാജ്യങ്ങളിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്ലേറ്റ് കൺസെപ്റ്റാണ്. ഒരു പ്ലേറ്റിനെ 4 ഡിവൈഡ് ചെയ്താൽ 1/4 ഭാഗം മതി ഈ ധാന്യം, അതായത് അരി, ഗോതമ്പ്, റവ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. രണ്ടാമത്തേത് ഒരു ഹാഫ് പോർഷൻ മുഴുവൻ പച്ചക്കറികളും, അതായത് സലാഡ്സും കുക്ക് ചെയ്ത പച്ചക്കറി, ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം അത്രയും വരണം. അതിന്റെ ഒരു പോർഷൻ 1/4 മാത്രമേ ആകാവൂ പ്രോട്ടീൻ. അതിനകത്ത് കുക്ക് ചെയ്യാൻ ഈ ഫാറ്റ് വരെ. സാധാരണ ഇതിൽ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഉദ്ദേശിച്ചതല്ല, സാധാരണ അറേബ്യൻ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലുകളിൽ കാണുന്നത് വലിയ പർവ്വതോളം പോകുന്ന ഒരു ചിക്കൻ ഇരിക്കുന്നു, അതിൻ്റെ ഭാഗത്തിൽ ചെറിയ ചെറിയ പുല്ലുമേഞ്ഞ് നടക്കുന്ന ചെറിയ സലാഡ് കാണപ്പെടുന്നു, അതിൻ്റെ അപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്ന കുബൂസ്. ഇത് ഏത് തരത്തിലുള്ള ആരോഗ്യം ഉണ്ടാക്കുമെന്നുള്ളതാണ് ചോദ്യം. കസ്റ്റമർ ആവശ്യപ്പെടുന്ന സാധനം ചിക്കനോ ഫിഷോ ആയിരിക്കും. ഈ സലാഡ് എന്ന് പറയുന്നത് അത് എന്താണ്, നിർബന്ധിച്ചു കൊടുക്കണം. ഇതിന്റെ സൈഡായിട്ട് കഴിക്കുന്നതാണ്, അല്ല ചിക്കനോ ഫിഷോ വെജിറ്റബിളിന്റെ സൈഡായിട്ട് കഴിക്കില്ലല്ലോ. ഇവർ കൊടുക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രമാത്രം ശുചിയായ സാഹചര്യങ്ങളിലാണ് ഇവർ ഈ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത് എന്നത് അന്വേഷിക്കുന്ന ഒരു സംഘത്തിന്റെ അംഗമാണ് താങ്കൾ. ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. അറിയേണ്ട വളരെ പ്രസക്തമായ ചോദ്യം, താങ്കൾ അടുത്തിടെ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്നത് ഷവർമയെക്കുറിച്ചാണ്. അപ്പോൾ ഷവർമയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ അത് വേവിക്കാനായിട്ട് ഇതിൽ കുത്തി തീയുടെ മുമ്പിൽ വെക്കുന്ന സമയത്തോ ശുചിത്വം പാലിക്കുന്നില്ല, വേണ്ടത്ര ശുചിത്വം പാലിക്കുന്നില്ല. ഞങ്ങൾ കണ്ടതിൽ ഭൂരിഭാഗത്തിൻ്റെയും കാര്യമാണ് പറയുന്നത്. അങ്ങനെ അല്ലാത്ത ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. പക്ഷേ ഭൂരിഭാഗവും കടകളിലും ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ മോശമായ രീതിയിലാണ്. പിന്നെ ഷവർമയുടെ പ്രധാന പ്രശ്നം, ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരാൾ ഷവർമ കഴിക്കാൻ മരിക്കുകയും ചെയ്തു. കോഴിക്കോട് ഷവർമ കഴിച്ചിട്ടല്ല അയാൾ മരിച്ചത്. നിൽക്കൂ, അത് ബാക്കി പറയട്ടെ, ബാക്കി കാര്യങ്ങൾ പറയട്ടെ. വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം അന്ന് ഹോട്ടലുകൾക്കെതിരെ നടന്നിട്ടുണ്ട്. അതല്ല പറയാൻ വരുന്ന കാര്യം, അതല്ല പ്രതികരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതല്ല ഞാൻ പറയാൻ വരുന്ന കാര്യം, അതല്ല മരിച്ചത്. എന്തായിരുന്നു ഇതിന്റെ കാരണം? പറഞ്ഞ തെറ്റാണ്. പറയാൻ അനുവദിക്കട്ടെ. ഷവർമ കഴിച്ചിട്ടല്ല കുട്ടി മരിച്ചത്. അത് പറയാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ കയറി ഇടപെട്ട് കഴിഞ്ഞു. ഞാൻ 35 വർഷത്തെ എനിക്ക് പരിചയമുള്ളതിന്റെ പേരില് ഞാൻ ഇപ്പോഴത് വിൽക്കുന്ന ആളും അതിന്റെ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. അപ്പൊ എനിക്ക് വരുന്ന സംഭവം എന്താ വെച്ചാൽ, ഞങ്ങൾ തൊട്ടടുത്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഈ പഴയ ഷവർമ എന്ത് ചെയ്യും, പിറ്റേന്നതിലേക്ക് ആഡ് ചെയ്യും. അത് ചെയ്യുന്നത് വളരെ അപകടമാണ്. അത് എന്ത് ചെയ്യണം, അത് എടുത്ത് കളയണം. അത് പിറ്റേന്നേക്ക് വെക്കാൻ പറയാൻ ഒരു കാര്യം പറഞ്ഞു വന്നാൽ അത് പറയാൻ സമ്മതിക്കുക. അപ്പൊ ഈ ഷവർമയുടെ ഏറ്റവും പ്രധാന പ്രശ്നം, അത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഈ പച്ച ഇറച്ചി ഇങ്ങനെ കോർത്ത് നമ്മുടെ തീയുടെ മുമ്പിൽ വെക്കുന്നു. ഇത് തീ ഇങ്ങനെ നേരിട്ട് ഡയറക്റ്റ് ഫ്ലെയിം ഇതിൽ പിന്നെ ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് അതിൻ്റെ ഉരുകി അതിൻ്റെ ഇതൊക്കെ വീഴുന്നു, വേകുന്നു. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ അതിന്റെ ഈ വെന്തു എന്ന് പറയപ്പെടുന്ന ഭാഗം അരിഞ്ഞു കൊടുക്കുന്നു. ഇതിനൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. പക്ഷേ അത് മുഴുവനായിട്ട് വെന്തിട്ടില്ല. അല്ല, പകുതി വെന്തതും പകുതി വേകാത്തതുമായിട്ടുള്ള പീസസ് അതിനകത്തുണ്ട്. അതിനകത്തുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിന്റെ കൂടെ കൊടുക്കുന്ന മയോനൈസ് ഇപ്പൊ താങ്കളുടെ ഹോട്ടലിൽ നല്ലതായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇത് എല്ലാ സ്ഥലവും പരിശോധിച്ചതിന്റെ ബേസിൽ പറയുന്ന കാര്യമാണ്. അത് നിങ്ങൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. ഞങ്ങൾ പരിശോധിച്ചില്ല, മയോനൈസ് എന്ന് പറയുന്ന സാധനം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പലയിടത്തും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ചിലയിടത്ത് വെജിറ്റബിൾ ഓയിൽ, മൈദ, നമ്മുടെ ഗാർലിക് അരച്ച് തേച്ച ഒരു പേസ്റ്റ്. ഈ ആക്ച്വലി ഈ സാധനത്തിനകത്ത് ബാക്ടീരിയ പെട്ടെന്ന് വളരും.
ഈ സാധനം നിങ്ങൾ ഒരു 10 മിനിറ്റ് കൂടുതൽ പുറത്ത് വയ്ക്കാൻ പാടില്ല. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു ചില്ലർ വയ്ക്കുക, ഒരാൾ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് സാധനം എടുക്കുക, വീണ്ടും അങ്ങോട്ട് വയ്ക്കുക, ഇങ്ങനെ ചെയ്യേണ്ടത്. ശരി, ഞാൻ ഇതിലേക്ക് വരാം. മയോണിസ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ മിക്കവാറും ആളുകൾ ഈ നമ്മൾ ഈ അറേബ്യൻ ഫുഡിന്റെ ചർച്ച ആദ്യഘട്ടത്തിൽ നിർത്തുക. ഈ മയോണിസിനും ഈ പറയുന്ന ഷവർമയ്ക്കും അഡിക്റ്റ് ആയതിന്റെ പ്രധാനപ്പെട്ട കാരണം മയോണിസ് കൊടുക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രുചിയുണ്ട്. മയോണിസ് ആവട്ടെ 2 തരം ഓയിലുകൾ അടങ്ങിയതും ധാരാളം നമുക്ക് വേണ്ടതിലധികം omega-6 ഓയിൽ അടങ്ങിയതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടന്റാണ്. ഇത് വളരെ അൺഹെൽത്തി ആയ ഒരു സാധനമല്ലേ എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, അത് വളരെ എളുപ്പത്തിൽ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. മരണം വരെ സംഭവിക്കാം മയോണൈസ് ഏതെങ്കിലും രീതിയിൽ മലിനപ്പെട്ട് കഴിച്ചാൽ, മറ്റ് മലിനപ്പെട്ട സാധനം കഴിക്കുന്നതിനേക്കാൾ വേഗത്തിൽ. അത് ഈ മയോണൈസിന്റെ കണ്ടന്റ് പറയുകയാണെങ്കിൽ ശരിക്കുള്ള പിന്നെ അതിന്റെ ഇത് പറഞ്ഞ എഗ് വൈറ്റ് ഓയിൽ, ഷുഗർ, ഒലിവ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, ഷുഗർ, സോൾട്ട്, ലൈം, സോൾട്ട്, ഇതൊക്കെയാണ് ശരിക്കും വേണ്ടിയത്. പക്ഷെ അത് എന്തുമാത്രം അത് പിന്നെ വില കുറയ്ക്കാനും അത് നമുക്ക് കുറച്ചുകൂടെ റീസണബിൾ ആക്കാനും എന്തൊക്കെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഈ സാധനങ്ങൾ ശരിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മൾ വെളി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കണ്ടാമിനേഷൻ ഉണ്ടാവും. ഇതൊക്കെ അന്വേഷിച്ചിട്ട് അറിയേണ്ട. നമ്മളെ ഷോപ്പുകളിലൊക്കെ മയോണൈസ് ഉണ്ട്, ഇതൊക്കെ നോക്കിയാൽ പരിശോധിച്ചാൽ എന്താ ഇതിന്റെ അകത്ത് മൈദ ആഡ് ചെയ്തിട്ടുണ്ടോ? മൈദ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റൂല ഈ സാധനത്തില്. മൈദ എങ്ങനെ ആഡ് ചെയ്യാ? അപ്പൊ ഇതൊക്കെ അറിയാതെ വെറുതെ ആരോപണങ്ങൾ. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മാഡം പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വേരി ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് മൈദയാണ് ആഡ് ചെയ്യുന്നത്, ചില സ്ഥലത്ത് മൈദ ഒരു കാരണവശാലും കൃത്യമായിട്ടുള്ള അങ്ങനെ ഒരു മയോണൈസ് ഇന്ന രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. എത്ര ഹോട്ടലുകൾക്ക് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്? That's a very good question. ഇത് പലപ്പോഴും മയോണൈസിന്റെ കണ്ടന്റ് ഇന്ന കാര്യം കൊണ്ടാണ് പ്രയാസം എന്നുണ്ട്. അങ്ങനെയുണ്ടോ? കണ്ടൻസിന്റെ എല്ലാ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കണ്ടൻസിന്റെ എല്ലാ പ്രശ്നം ഈ കണ്ടൻസ് ഓരോ ഭാഗത്തും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓരോ കണ്ടൻസ് ഇവർക്ക് ചേർക്കാം. അതർവൈസ് വേറെ ഒരു രീതിയിലും പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ലാത്ത എന്ത് വേണമെങ്കിലും ചേർക്കാം. അതല്ല ഞാൻ പറഞ്ഞത്, ഈ സാധനം ഉണ്ടാക്കി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പ്രശ്നം. 2 വ്യത്യസ്ത തരം ഓയിൽ അടങ്ങിയ, എഗ് വൈറ്റ് അടങ്ങിയ, വളരെയധികം ഒമേഗ ഫാറ്റി 6 ആസിഡ് ഉള്ള, ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഒബീസിറ്റിക്ക് കാരണമാവുന്ന, ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണമാകുന്ന, ഓസ്റ്റിയോപ്രോസസിന് കാരണമാവുന്ന എന്നൊക്കെ പറയപ്പെടുന്ന ഈ മയോണിസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥം ശരിക്കും കേരളത്തിൽ അനുവദിക്കാമോ? അനുവദിക്കാമോ എന്ന് ചോദിച്ചാൽ പാടില്ലെന്ന് തന്നെയല്ലേ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അല്ല, നമ്മളിപ്പോൾ ഹോട്ടൽ നടത്തിപ്പുകാരെ വിളിച്ച് അവരുടെ ഹോട്ടൽ പൂട്ടിക്കാനൊന്നും പറയാനില്ലല്ലോ. ഇവർ നല്ല ഭക്ഷണം കൊടുക്കട്ടെ. ആളുകളിൽ ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? ഭക്ഷണം വിളമ്പുന്ന ആളാണല്ലോ. അപ്പോൾ ഇവർ അതിന് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് വിളമ്പണം. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നല്ല ഭക്ഷണം, ഞാൻ പറയും, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേരളീയൻ്റെ നല്ല ഭക്ഷണം, കേരളീയനായിട്ടൊരു ഭക്ഷണമുണ്ട് ഇവിടുത്തെ കൾച്ചറിൽ. ആ ഭക്ഷണം നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ വലിയ കോക്ടൈലുകളിലൊക്കെ ചക്ക പുഴുങ്ങിയതും കപ്പ പുഴുങ്ങിയതും ഉണ്ടല്ലോ. അത് ആളുകൾ അവിടെ വെച്ചിട്ട് വലിയ വില കൊടുത്തു തന്നു. എന്നാൽ ഇത് ഇവർക്ക് ഹോട്ടലിൽ ഇത് നടപ്പാക്കാമല്ലോ. കസ്റ്റമറെ ആരാണ് ഉണ്ടാക്കുന്നത്? അതാണ് പ്രശ്നം. അല്ലല്ല, കസ്റ്റമറെ ആരാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് പ്രശ്നം. കസ്റ്റമറെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. മനുഷ്യരുടെ ആരോഗ്യം കൊണ്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ഈ കയറി വരുന്നവനോട് പറയണം, ആ ഭക്ഷണം ഇവിടെ വിളമ്പില്ല. സിഗരറ്റ് ഞാൻ വിൽക്കില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, കള്ള് കൊടുക്കില്ല, കോള കൊടുക്കില്ല എന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾ അത്തരം ഭക്ഷണം കൊടുക്കാറില്ല. ഞങ്ങൾ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയി. ഈ ഹോട്ടലുകാർ ഹൈജീനിക് ആയിട്ട് ഭക്ഷണം വിളമ്പണം, ഹോട്ടലുകാർ ആളുകളുടെ ജീവൻ കൊണ്ടാണ് കളിക്കുന്നത് എന്നൊക്കെ ശരി. എത്രത്തോളം ഹൈജീനിക് ആയിട്ട് ഭക്ഷണം വിളമ്പണം എന്ന് തന്നെയാണ് ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ലാണ്ട് നമ്മൾ അംഗത്തിൽപ്പെട്ടവരോടും സ്വയം എല്ലാവരോടും പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ടും അത് പ്രാവർത്തികമായിട്ടും വരുന്നൊരു കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ ഭക്ഷണങ്ങൾ രുചിപ്രകാരം ആളുകൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പലതും ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഒരു ഹോട്ടലുകാരൻ വേണ്ടാന്ന് വെച്ചാലും നാളെ മുതൽ വേറൊരുത്തൻ വേറെ സ്റ്റൈലിൽ അവിടെ തുടങ്ങുക. ഇത് ഇല്ലാണ്ടാക്കേണ്ടത് ആരാണ്? ഹോട്ടലുകാരനാണോ അതോ ഗവൺമെന്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഈ ചർച്ച കണ്ടിട്ട് നാളെ അറേബ്യൻ ഫുഡും ജങ്ക് ഫുഡ്സും വയ്ക്കുന്ന ഒരു പാവം ഹോട്ടലുടമ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ചക്കപ്പുഴുക്കിലേക്കും കപ്പയിലേക്കും മടങ്ങിപ്പോയാൽ അവന്റെ കുടുംബം പട്ടിണിയിലാവും എന്നല്ലാതെ അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവന്റെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുമോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ആരാണ് നിയന്ത്രിക്കേണ്ടത് ഭക്ഷണശീലങ്ങൾ? ആരാണ് നിയന്ത്രിക്കേണ്ടത് നാവിന്റെ രുചികൾ? അഖിൽ, ഇപ്പം റെസ്റ്റോറന്റ് അസോസിയേഷന്റെ അവർ പറഞ്ഞു ഫുഡിൽ ഓരോരുത്തർ കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരമാണ് ആഡ് ചെയ്യുന്നത്. സാറ് പറഞ്ഞു
മൈദ ആഡ് ചെയ്യുന്നുണ്ട്, ഇവർ പറഞ്ഞു മൈദ ആഡ് ചെയ്യുന്നില്ല. കസ്റ്റമർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത്? ഇവർ പറഞ്ഞു കസ്റ്റമർ ഡിമാൻഡ്സ് പ്രകാരമാണ് ഇവർ മേക്ക് ചെയ്യുന്നത്. കസ്റ്റമർ ഡിമാൻഡ് ഒരിക്കലും കസ്റ്റമറോട് മെനു എടുക്കുമ്പോൾ ഐറ്റമേ അവർ ചോദിക്കാറുള്ളൂ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ചോദിക്കാറില്ല. സാർ മയോണൈസിൽ ഇതൊക്കെ ചേർത്ത മയോണൈസ് വേണോ ചേർക്കാത്ത മയോണൈസ് വേണോ എന്ന് ചോദിക്കത്തില്ല അല്ലേ? ചോദിക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ട, എനിക്ക് വേണമെങ്കിൽ അജിനോമോട്ടോ വേണ്ട, കളർ വേണ്ട എന്ന് കസ്റ്റമർക്ക് പറയാം. ഞാൻ എന്തൊക്കെ വേണമെന്ന് പറയാൻ പറ്റില്ല, വേണമെന്ന് പറയാൻ പറ്റില്ല. കസ്റ്റമറോട് പറയാം, പറഞ്ഞതിന് ശേഷം കംപ്ലൈന്റ് കൊടുക്കാലോ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സാമ്പിൾ എടുത്ത് പോയി ലാബിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം കഴിക്കാൻ പറ്റില്ല. ഇപ്പോഴും ലാബ് പോക്കറ്റ് വെച്ചോണ്ട് നടക്കാൻ യാതൊന്നും പറ്റില്ല. അല്ല, ഒരു ഭക്ഷണ സാധനത്തിൽ എന്തൊക്കെ ചേർക്കാൻ പാടില്ല എന്നുള്ളതിന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഭക്ഷണശാലകൾക്ക് ഫുഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ച് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലൈസൻസി ഈ ഭക്ഷണ സാധനത്തിനകത്ത് നിയമപ്രകാരം എന്തൊക്കെ ചേർക്കാൻ പാടില്ല എന്ന് അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമാണ്. ഈ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണോ? അല്ല, അജിനോമോട്ടോ നമ്മുടെ ലോകത്ത് എവിടെ നോക്കി കഴിഞ്ഞാലും ഒരു രാജ്യത്തും തന്നെ നിരോധിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് അജിനോമോട്ടോ. അജിനോമോട്ടോ ഒരു വെജിറ്റബിൾ പ്രോഡക്റ്റ് ആണ്. ഒരു ചൈനീസ് സോൾട്ട് അല്ലേ? ചൈനീസ് സോൾട്ടാണ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ അജിനോമോട്ടോ എന്ന് പറയുന്നത്. അജിനോമോട്ടോ എന്ന് പറയുന്നത് 12 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ റിട്ടാർഡ് ചെയ്യും എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അങ്ങനെയുള്ള ഫുഡിൽ മാത്രം ഇത് ചേർക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് 12 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ബേബി ഫുഡിന്റെ മുകളിൽ ലേബലിന്റെ മുകളിൽ ആ കാര്യം രേഖപ്പെടുത്തണം, പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തണം. അത് നിയമപരമായിട്ടൊരു ബാധ്യതയാണ്. അജിനോമോട്ടോയുടെ പിന്നെ വെജിറ്റബിൾ വേർഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരിക്കലും അജിനോമോട്ടോന്റെ വെജിറ്റബിൾ വേർഷൻ അല്ല. അതിൽ വരുന്നത് കെമിക്കൽ വേർഷനാ ഇപ്പൊ ഇവിടെ കിട്ടുന്നത്. ഇത് 100% ശരീരത്തിന് നല്ലതല്ല എന്ന് അറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെ ഈ പറയട്ടെ ഞങ്ങൾ അസോസിയേഷനിൽപ്പെട്ട മിക്ക ആളുകളും ഇതിന്ന് ഇപ്പൊ പിന്മാറിയിട്ടുണ്ട്. ഈ അജിനോമോട്ടോ ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് കാണപ്പെടുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ചൈനീസ് ഫുഡിൽ മാത്രമേ ഉള്ളൂ. അജിനോമോട്ടോ ചൈനീസ് ഫുഡിനകത്ത് മാത്രമല്ല, ഈവൻ കട്ട്ലറ്റ്സിനകത്ത് വരെ അജിനോമോട്ടോ ചേർക്കുന്ന റെസിപ്പീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുഡ് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് അളവില് പല ഫുഡിനകത്തും ഇപ്പം ചേർക്കുന്നതായിട്ടാണ് കണ്ടത്. അത് ഡയറക്റ്റ് ആയിട്ട് ഏൽപ്പിക്കുന്ന ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് സ്മോൾ എമൗണ്ട് ഒന്നും ആണ്. ഈ പറയുന്ന പോലെ ഈ അജിനോമോട്ടോ എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പനിയുടെ പേരാണ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് ശരിക്കും അതിന്റെ ഒരു കമ്പനിയാണ്, ചൈനീസ്. അവർ ആ കമ്പനിയുടെ പേരാണ് ശരിക്കും അജിനോമോട്ടോ. ആ കമ്പനിയുടെ പേരിൽ ഇപ്പം ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നു എന്ന് മാത്രം. പക്ഷെ ഈ പറഞ്ഞ പോലെ കെമിക്കൽ യൂസേജ് ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് അത് പിന്നെ അസുഖങ്ങൾ കൂടുതലായിട്ട് നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുക, അഫക്ട് ചെയ്യുന്ന. നമുക്കൊരു ആധികാരിക ഹോം ബേക്കർ ഉണ്ട്.